ഹായ് ഗൈസ്, വെൽക്കം ടു ഫിൽമി ഷേക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കടുവ ദി യങ് ടൈഗർ ജൂനിയർ NTR അഭിനയിച്ച ദേവരൻ്റെ റിവ്യൂ ആണ്. ഈ പടത്തിനെ പറ്റി എന്താ പറയുക, ഒരു ഗുഡ് ഫോർ നത്തിങ് കൈൻഡ് ഓഫ് മൂവി. ഒരു സീനോ ഒരു ക്യാരക്ടർ പോലോ ഇമോഷണലി കണക്റ്റ് ആവാത്ത, ഒരു ഇമ്പാക്റ്റും തരാത്ത ഒരു ലാഗ് പടം. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഈ പടത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലെ മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ജൂനിയർ NTR ആണ്. ഡബിളാണ്, അച്ഛനും മോനും ഉണ്ട്. ട്രെയിലറിലൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ഈ അച്ഛനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പരൊരു വീരശൂര പരാക്രമിയാണ്. നന്മയുടെ പാതയിൽ മാത്രം പോകുന്ന ഒരു വീരശൂര പരാക്രമി. മൂപ്പര് ഈ കടലിലൊക്കെ പോയിട്ട് വലിയ സ്രാവിനൊക്കെ പിടിച്ചു കൊണ്ടുവരും. പക്ഷെ അതൊന്നും വിറ്റ് പോയിട്ടില്ല ഇതുവരെ. അതൊക്കെ കടപ്പുറത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അസ്ഥിക്കൂടം, വലിയ സ്രാവിൻ്റെ അസ്ഥിക്കൂടം. അത് ദേവരൻ്റെ നാട്ടുകാർ ദേവരൻ്റെ ഒരു സ്മാരകമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ആ സ്രാവിനെ. പിന്നെ ദേവരൻ്റെ ഇൻട്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യനെ ഒന്ന് 8K ഷൂട്ട് ചെയ്ത് എങ്ങനെയുണ്ടോ, കടലിലിങ്ങനെ ചാടി വരുന്ന ഇൻട്രോ. കടലിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, VFX ഒക്കെ വൻ ശോകം. പിന്നെ ഈ ജൂനിയർ NTR ഡബിൾ ആകുമ്പോൾ അച്ഛൻ പിന്നെ മോനുണ്ടല്ലോ. അപ്പോൾ മോൻ എന്ന് പറയുന്നത്, മോനെ പറ്റി അധികം പറയാൻ പറ്റില്ല, സ്പോയിലേഴ്സ്. ഒരു ട്വിസ്റ്റ് ക്യാരക്ടറാണ്. പക്ഷെ മൂപ്പറുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. മൂപ്പർ ഈ കടലിൽ പോയിട്ട് സ്രാവിനെ കുതിരയായിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ഈ കയറൊക്കെ കെട്ടിയിട്ട് സ്രാവിൻ്റെ പുറത്ത് കയറിയിട്ട് കുതിരേനെ പോലെ പോവും. അത്രയും പവറുള്ളൊരു മനുഷ്യനാണ് ഈ മോൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സെയ്ഫ് അലി ഖാനാണ്. സെയ്ഫ് അലി ഖാൻ വാസ് നൈസ്, ബട്ട് ക്യാരക്ടറൊന്നും ഒരു ഇതില്ല, ഇമ്പാക്റ്റ് ഇല്ല. പിന്നെ ജാൻവി നായികയായിട്ട് വന്നിട്ടുള്ളത് ജാൻവി കപൂർ. അഭിനയം വളരെ ശോകമാണ്. പിന്നെന്താ, മൂപ്പര് അവർ വരുന്ന സീൻസൊക്കെ വളരെ ക്രിഞ്ചായിട്ട് തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചുത്തമല്ല സോങ് അടിപൊളിയായിരുന്നു. പിന്നെ ജാൻവിയുടെ ഒരു പോസിറ്റീവ് പറയാനുള്ളത് ജാൻവിയുടെ ബാത്റൂമാണ്. ജാൻവിയുടെ ബാത്റൂം എന്ന് പറയുമ്പോൾ ആ ബാത്റൂം കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഒന്ന് കുളിക്കാൻ തോന്നിപ്പോവും. കാരണം ഒരു ചെറിയൊരു ബാത്ത് ടബ്, കിണർ, ഫുള്ള് ഗ്രീനറി. അങ്ങനെ അത്രയും നല്ലൊരു ആർക്കിടെക്റ്റിനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്ര മികച്ച ആർട്ട് വർക്കാണ് ഈ പടത്തിൻ്റെ. പിന്നെയുള്ള ക്യാരക്ടർ ആരൊക്കെയാ? കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പ്രകാശ് രാജ് എന്തോ 2-3 സീനിലുണ്ട്. ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ സാധാ പോലെ തന്നെ ഇവിടേക്ക് വന്ന് തുള്ളിക്കളിച്ച് പോകുന്നു. ഒരു മോഷണത്തിൻ്റെ ഇടയിൽ സിഗരറ്റ് വലിക്കാനൊക്കെ പോകും. അങ്ങനത്തെ ക്യാരക്ടറാണ്. സുദേവും കുഴപ്പമില്ലായിരുന്നു. മൊത്തത്തിലൊരു പുഷ്പ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു പുഷ്പനെ പോലും കിട്ടാത്തൊരു പടമായിപ്പോയി. അങ്ങനത്തെ ഒരു പടം. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ്സിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ അനിരുദ്ധിൻ്റെ ബീറ്റ് വാസ് നൈസ്. ഞാൻ ഈ പടം കാണാൻ പോകാൻ കാരണം തന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. ഈ ഫിയർ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ടാണ്. ചുത്തമല്ലേ സോങ് എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫിയർ സോങ് മീൻ പിടിക്കാൻ പോകുമ്പോഴുള്ള പാട്ടാണ്. അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ദേവരനെ പറ്റി പറയാനുള്ള ഒരു സംഭവമുണ്ട്. ദേവരൻ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ ആൾക്കാരൊക്കെ കൊന്നിട്ട് എക്സ് പോലെ ഈ കുന്തത്തിലൊക്കെ കുത്തിവെക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നടക്കുന്നത്. പിന്നെന്താ, ഇതിൻ്റെ VFX വർക്ക് വാസ് വെരി ബാഡ്. കടൽ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കടൽ എന്ന് പറയുമ്പോൾ ട്യൂബ് ലൈറ്റ് ഇട്ട കടൽ, സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം, നല്ല ക്ലിയർ വാട്ടർ, ഒരു മീനും ഇല്ല, ഒരു തേങ്ങയില്ല. സ്രാവുണ്ട് കേട്ടോ, കുതിരയായിട്ട് ഉപയോഗിക്കാനുള്ളൊരു സ്രാവുണ്ട്. പിന്നെന്താ, കപ്പലൊക്കെ VFX വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രീൻ മാറ്റും അല്ല, ഒരു കർട്ടൻ ഇങ്ങനെ തൂക്കിയിടും ആകാശം, അടിയിൽ കുറച്ച് വെള്ളം, പിന്നെ തെർമാക്കോളിൻ്റെ ഒരു ഇത് ഷിപ്പായിട്ട്. കപ്പലാരൊന്നും പറയണ്ട, കപ്പലിൽ കാറ്റൊന്നും ഇല്ല. കപ്പലിന് ഒരു കപ്പൽ, ഒരു സാധാ ഒരു സ്കൂട്ടർ, സൈക്കിൾ ഓടിക്കുമ്പോൾ വരെ നമ്മുടെ കാറ്റത്തുനിന്ന് മുടിയൊന്നും ഇളകും. ഇത് കപ്പൽ പോയിട്ട് കടലിൻ്റെ നടുവിൽ ഒരു ഫാനിട്ട കാറ്റ് പോലും ഇല്ല. അങ്ങനത്തെ ഒരു കപ്പൽ. പിന്നെ മെറ്റൽസിൽ ഔട്ടുമ്പോഴൊന്നും ഫുള്ള് നെഗറ്റീവാണ്. എനിക്ക് ഈ 2 കാര്യത്തിനെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ഒന്ന് സിനിമാറ്റോഗ്രാഫി വലിയ കുഴപ്പമില്ലായിരുന്നു. മ്യൂസിക് വാസ് നൈസ്. ആക്ടേഴ്സ് കുഴപ്പമില്ലായിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ ഉറക്കം വന്നിട്ട് നല്ല ലാഗ് അടിച്ചിരുന്ന് കണ്ടു. എന്തോ പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടിയിട്ട് 2 പാർട്ടിൽ ഒരു പടങ്ങ് പടച്ചു. ക്ലൈമാക്സ് ശരിക്ക് ബാഹുബലി പോലെ തന്നെ, വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി കൈൻഡ് ഓഫ് ഒരു ക്ലൈമാക്സ് ഉണ്ട്. അത് ഞാൻ എന്താന്ന് പറയുന്നില്ല. അത് നിങ്ങൾ ട്രെൻഡിങ് ആകുമ്പോൾ പറഞ്ഞാൽ മതി. വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി എന്നൊക്കെ പോലെ ട്രെൻഡിങ് ആകുമ്പോൾ. പിന്നെന്താ, AC ഒന്നും ഇട്ടിട്ടില്ല, നല്ല ചൂടെടുക്കുന്നുണ്ട്, വേർത്ത് വലിക്കുന്നു, ശബ്ദം കിട്ടുകയെ, വണ്ടി ഭയങ്കര ഒച്ചയാണ്. അപ്പോൾ ഈ പടം നിങ്ങളെല്ലാവരും മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അനുഭവിക്കും. ഈ സംഭവം അനുഭവിച്ചറിയൂ. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ച്. ബൈ.